എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും PSC വിന്നർ സോണിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഏപ്രിൽ മാസത്തെ ആനുകാലികവുമായി ബന്ധപ്പെട്ട പുതിയൊരു ക്ലാസ്സാണ്. എല്ലാവർക്കും പ്രയോജനം ചെയ്യും. നമ്മൾ ഏപ്രിൽ മാസത്തെ ആനുകാലികവുമായി ബന്ധപ്പെട്ട ഓൾറെഡി ഒരു 3-4 ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏപ്രിൽ മാസത്തെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട അവസാനത്തെ ക്ലാസ്സാണ്. ഇനി വരുന്ന എല്ലാ തരത്തിലുള്ള എക്സാമിനും പ്രയോജനം ചെയ്യുന്നൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് നന്നായിട്ട് കണ്ട് കേട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ജസ്റ്റിസ് N. രാമചന്ദ്രൻ നായരെ ജുഡീഷ്യൽ കമ്മീഷനായിട്ട് നിയമിച്ചു. എന്തായിരുന്നു, ഏതിന്റെ ജുഡീഷ്യൽ കമ്മീഷൻ അധ്യക്ഷനായിട്ടാണ് ജസ്റ്റിസ് CN. രാമചന്ദ്രൻ നായരെ നിയമിച്ചത്, കേരള സർക്കാർ നിയമിച്ചത്? നമുക്കറിയാം 2026 ഏപ്രിൽ 21 തൃശ്ശൂർ മുണ്ടത്തിക്കോട് പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായ സ്ഫോടനം അല്ലേ? തൃശ്ശൂർ പൂരം, ആ പൂരത്തിന് വേണ്ടിയിട്ട് പടക്കം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായ സ്ഫോടനമാണ് മുണ്ടത്തിക്കോട് സ്ഫോടനം എന്ന് പറയുന്നത് അല്ലെ. 2026 ഏപ്രിൽ 21 2026 ഏപ്രിൽ 21 തൃശ്ശൂർ മുണ്ടത്തിക്കോട് പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനം ഉണ്ടാകുന്നത്. അത് അന്വേഷിക്കാൻ കേരള സർക്കാർ നിയമിച്ച കമ്മീഷനാണ്, ജുഡീഷ്യൽ കമ്മീഷനാണ് ജസ്റ്റിസ് CN. രാമചന്ദ്രൻ നായർ കമ്മീഷൻ. നിങ്ങൾ മേക്കേദാട്ടു അണക്കെട്ട് കേട്ടിട്ടുണ്ടോ? മേക്കേദാട്ടു അണക്കെട്ട് കാവേരി നദിക്ക് കുറുകെ മേക്കേദാട്ടു അണക്കെട്ടുമായി ബന്ധപ്പെട്ട തർക്കം നിലനിൽക്കുന്ന, കാവേരി തർക്കം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ കാവേരി നദിക്ക് കുറുകെ മേക്കേദാട്ടു അണക്കെട്ടുമായി ബന്ധപ്പെട്ട തർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളാണ് തമിഴ്നാടും കർണാടകയും. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ പെട്രോഗ്ലിഫ് കൺസർവേഷൻ പാർക്ക് സ്ഥാപിതമായത് ലഡാക്കിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പെട്രോഗ്ലിഫ് കൺസർവേഷൻ പാർക്ക് സ്ഥാപിതമായത്. എന്താണ് ഈ പെട്രോഗ്ലിഫ് കൺസർവേഷൻ പാർക്ക്, അല്ലെങ്കിൽ ഇത് സ്ഥാപിതമായതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ തറക്കല്ലിട്ടതിന്റെ ഉദ്ദേശ ലക്ഷ്യം? നമുക്കറിയാം പെട്രോഗ്ലിഫ് കൺസർവേഷൻ പാർക്ക് ലഡാക്കിലാണ്. ലഡാക്കിലെ ലേയിലുള്ള സിന്ധുഘട്ടിലാണ് ഭാരതത്തിലെ ആദ്യത്തെ പെട്രോഗ്ലിഫ് കൺസർവേഷൻ പാർക്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പെട്രോഗ്ലിഫ് കൺസർവേഷൻ പാർക്കാണ് ലഡാക്കിലെ സിന്ധുഘട്ടില്. 2026 ഏപ്രിലാണ് ഇതിന് തറക്കല്ലിട്ടത്. സിന്ധു സാൻസ്കർ നദീതടങ്ങളിലെ പുരാതന ശിലാലിഖിതങ്ങളും ചിത്രങ്ങളും സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞത്. അപ്പൊ സിന്ധുവിന്റെയും സാൻസ്കറിന്റെയും നദീതടങ്ങളിലുള്ള പുരാതന ശിലാലിഖിതങ്ങളും ചിത്രങ്ങളും സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ പെട്രോഗ്ലിഫ് കൺസർവേഷൻ പാർക്കിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത്. വിനോദസഞ്ചാരം, അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾ എന്നിവയിൽ നിന്ന് ഈ ചരിത്ര സ്മാരകങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സിന്ധു സാൻസ്കർ നദീതടങ്ങളിലെ പുരാതന ശിലാലിഖിതങ്ങളും ചിത്രങ്ങളും സംരക്ഷിക്കുക. അപ്പോൾ വിനോദസഞ്ചാരം, വികസന പ്രവർത്തനങ്ങൾ എന്നിവയിൽ നിന്ന് ഈ ചരിത്ര സ്മാരകങ്ങളെ സംരക്ഷിക്കാൻ വൾണറബിൾ ആയ ശിലകൾ ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റി സ്ഥാപിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പെട്രോഗ്ലിഫ് കൺസർവേഷൻ പാർക്ക് സ്ഥിതി വരുന്നത് എവിടെയാണ്? ലഡാക്കിലാണ്, ലഡാക്കിലെ സിന്ധുഘട്ടില്. അതുപോലെ തന്നെ വടക്കേ അമേരിക്കയിലൊക്കെ പെട്രോഗ്ലിഫ് നാഷണൽ മോണുമെന്റ്സ് ഒക്കെ ഉണ്ട്, വടക്കേ അമേരിക്കയിലെ അൽബുക്കർക്കിയിലൊക്കെ. അതുപോലെ തന്നെ കാനഡയിലെ പെട്രോഗ്ലിഫ്സ് പ്രൊവിൻഷ്യൽ പാർക്ക് ഒണ്ടാറിയോയില്, കാനഡയിലെ ഒണ്ടാറിയോയിലൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ഇറാഖിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് നിസാർ അമീദിയാണ് ഇറാഖിന്റെ പുതിയ പ്രസിഡന്റ്. ഇറാഖിന്റെ പുതിയ പ്രസിഡന്റ് ആരാണ്? നിസാർ അമീദിയാണ് ഇറാഖിന്റെ പുതിയ പ്രസിഡന്റ്. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, ഒരു വ്യക്തിത്വത്തെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നുണ്ട്. സെസ്മണ്ട് മോറിസ്. ആരാണ്? സെസ്മണ്ട് മോറിസ്.
2026 അടുത്തിടെ വിഖ്യാത ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനും എഴുത്തുകാരനും കലാകാരനുമായ വ്യക്തി ഈ സെസ്മണ്ട് മോറിസ് എന്ത് ചെയ്തു? അന്തരിച്ചു. ഈ സെസ്മണ്ട് മോറിസ് 2026 അന്തരിച്ചു. അപ്പോൾ ഇതിനകത്ത് പറയാനുള്ള ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമുണ്ട്. ദ നേക്കഡ് ഏപ്പ് എന്നാണ്. ദ നേക്കഡ് ഏപ്പ്, നഗ്നവാനരൻ. 1967 ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. 1967 പ്രസിദ്ധീകരിച്ച നഗ്നവാനരൻ എന്ന് പറഞ്ഞ ദ നേക്കഡ് ഏപ്പ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് വിഖ്യാത ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനും എഴുത്തുകാരനും കലാകാരനുമായ സെസ്മണ്ട് മോറിസ്. ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആരോഗ്യ പദ്ധതിയാണ് ന്യൂമോകോക്കൽ വാക്സിനേഷൻ പദ്ധതി. അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കും എന്താണ് ന്യൂമോകോക്കൽ വാക്സിനേഷൻ പദ്ധതി. ന്യൂമോണിയ ഉൾപ്പെടെയുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാനും വയോജനങ്ങൾക്ക് ആരോഗ്യം ഉറപ്പിക്കാനുമായി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ന്യൂമോകോക്കൽ വാക്സിനേഷൻ പദ്ധതി. എന്താണ് ന്യൂമോകോക്കൽ വാക്സിനേഷൻ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമോണിയ ഉൾപ്പെടെയുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാനും വയോജനങ്ങൾക്ക് ആരോഗ്യം ഉറപ്പാക്കാനുമായി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ന്യൂമോകോക്കൽ വാക്സിനേഷൻ പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ലോകത്തിലെ ആദ്യത്തെ എയർ ടാക്സി സ്റ്റേഷൻ നിലവിൽ വന്നത് ഇമ്പോർട്ടന്റ് ആണ്. ദുബായിലാണ് ലോകത്തിലെ ആദ്യത്തെ എയർ ടാക്സി സ്റ്റേഷൻ നിലവിൽ വന്നത്. 2026 ഏപ്രിൽ ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ച രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂസിലൻഡ് ആണ്. 2026 ഏപ്രിൽ ഇന്ത്യയുമായിട്ട് സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ച രാജ്യം. അടുത്ത് നിങ്ങൾ നോക്കിയേ. അപ്പൊ ഇവിടെ റാബിയ എറുബിയ എന്താണ്? 2026 ഏപ്രിൽ വീണ്ടും തുറന്ന ഇറാഖിനും സിറിയയ്ക്കും ഇടയിലുള്ള പ്രധാന അതിർത്തി കവാടമാണ് റാബിയയും എറുബിയയും. ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് 2026 ഏപ്രിൽ എന്ത് ചെയ്തത്? ഇറാഖിനും സിറിയയ്ക്കും ഇടയ്ക്കുള്ള പ്രധാന അതിർത്തി കവാടമായ റാബിയയും എറുബിയയും തുറന്നത്. അടുത്തത് പ്രോജക്ട് വിഷ്ണു. എന്താണ് ഈ പ്രോജക്ട് വിഷ്ണു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹൈപ്പർസോണിക് മിസൈൽ രംഗത്ത് ഇന്ത്യയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനായി DRDO ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രോജക്ട് വിഷ്ണു. അപ്പോൾ ഈ പ്രോജക്ട് വിഷ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർസോണിക് മിസൈൽ രംഗവുമായി ബന്ധപ്പെട്ടതാണ്. ആ ഹൈപ്പർസോണിക് മിസൈൽ രംഗത്ത് ഇന്ത്യയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനായി DRDO ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രോജക്ട് വിഷ്ണു എന്ന് പറയുന്നത്. അടുത്തത് ഫാറ്റു. ആരാണ് ഫാറ്റു? ഈ ഫാറ്റു എന്ന് പറഞ്ഞാൽ ഒരു ഗോറില്ലയാണ്. 2026 ഏപ്രിൽ 69ാമത് പിറന്നാൾ ആഘോഷിച്ച ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഗോറില്ലയാണ് ഫാറ്റു എന്ന് പറയുന്നത്. 2026 ഏപ്രിലിൽ 69ാമത് പിറന്നാൾ ആഘോഷിച്ച ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഗോറില്ല. നമുക്കറിയാം കാൻഡിഡേറ്റ്സ് ചെസ്സിൽ വനിതാ വിഭാഗം ജേതാവായതാണ് ആർ വൈശാലി. സൈപ്രസിൽ നടന്ന കാൻഡിഡേറ്റ്സ് ചെസ്സിലാണ് വനിതാ വിഭാഗം നേതാവായിട്ട് ആർ വൈശാലി വിന്നറായത്. അത് നിങ്ങൾക്കറിയാം, നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് പഠിച്ചതാണ് അല്ലേ. ഇനി അടുത്ത പോയിന്റ്, ഈ വ്യക്തിത്വത്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. സ്വധി സതീഷ് സെയിൽ. എക്സാമിന് ചോദിക്കും. 2026 മിസ് ഇന്ത്യ കിരീടം നേടിയ വ്യക്തിത്വമാണ് സ്വധി സതീഷ് സെയിൽ ആണ്. ഗോവയിൽ നിന്നുള്ള സ്വധി സതീഷ് സെയിലാണ് 2026 മിസ് ഇന്ത്യ കരസ്ഥമാക്കിയത്. 2026 മിസ് ഇന്ത്യ കിരീടം നേടിയത് സ്വധി സതീഷ് സെയിലാണ്. ഗോവയിൽ നിന്നുള്ള 2026 മിസ് ഇന്ത്യ പുരസ്കാരം കരസ്ഥമാക്കിയത്. അതുപോലെ തന്നെ 2026 ഏപ്രില് ബ്ലൂംബർഗ് ശതകോടീശ്വര സൂചിക റിപ്പോർട്ട് പ്രകാരം മുകേഷ് അംബാനിയൊക്കെ ആര് മറികടന്നു? ഏഷ്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനായത് ഗൗതം ആദാനിയാണ്. മുകേഷ് അംബാനിയെ മറികടന്നിട്ടാണ് 2026 ഏപ്രില് ബ്ലൂംബർഗ് ശതകോടീശ്വര സൂചിക റിപ്പോർട്ട് പ്രകാരം ആരൊന്നാം സ്ഥാനത്തെത്തിയത്? ഗൗതം ആദാനി ഒന്നാം സ്ഥാനത്തെത്തിയത്. അടുത്ത ഒരു സംവിധാനത്തെ, കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള സംവിധാനത്തെ അവർ ആരംഭിച്ച ഒരു സംവിധാനമാണ് മഹാസ് എന്ന് പറയുന്നത്. മഹാസ് എന്ന് പറയുന്ന
സംവിധാനം. മറൈൻ ഹീറ്റ് വേവ് അഡ്വൈസറി സർവീസസ് എന്നാണ്. മറൈൻ ഹീറ്റ് വേവ് അഡ്വൈസറി സർവീസസ്. സമുദ്രതീരങ്ങളിലെ സമുദ്ര താപ തരംഗങ്ങളെ കുറിച്ച് പഠിക്കാനും മുന്നറിയിപ്പുകൾ നൽകാനുമായി കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻകോയിസ്. ആ ഇൻകോയിസ് ആരംഭിച്ച സംവിധാനമാണ് മഹാസ്, മറൈൻ ഹീറ്റ് വേവ് അഡ്വൈസറി സർവീസസ്. അതുകൊണ്ടുള്ള ലക്ഷ്യം എന്താണ്? ഇൻകോയിസ് ആണ് ആരംഭിച്ചത്. കേന്ദ്ര ഭൗമ മന്ത്രാലയത്തിന് കീഴിലുള്ള സമുദ്രതീരങ്ങളിലെ സമുദ്ര താപ തരംഗങ്ങളെ കുറിച്ച് പഠിക്കാനും മുന്നറിയിപ്പുകൾ നൽകാനുമായിട്ട് കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻകോയിസ് ആരംഭിച്ച സംവിധാനമാണ് മഹാസ്, മറൈൻ ഹീറ്റ് വേവ് അഡ്വൈസറി സർവീസസ്. അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ അഡ്വാൻസ്ഡ് 3D ഗ്ലാസ് ചിപ്പ് പാക്കേജിംഗ് യൂണിറ്റ്, 3D ഗ്ലാസ് ചിപ്പ് പാക്കേജിംഗ് യൂണിറ്റ് ആണ്. അത് നിലവിൽ വരുന്നത് ഒഡീഷയിലെ ഭുവനേശ്വറിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അഡ്വാൻസ്ഡ് 3D ഗ്ലാസ് ചിപ്പ് പാക്കേജിംഗ് യൂണിറ്റ് നിലവിൽ വരുന്നത്. അടുത്തത് 2026 ഏപ്രില് അന്താരാഷ്ട്ര സോളാർ അലയൻസിൽ ISAയില് ദക്ഷിണ കൊറിയ അംഗത്വം നേടുന്നുണ്ട്. ISAയില് അന്താരാഷ്ട്ര ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ ദക്ഷിണ കൊറിയ അംഗത്വം നേടുന്നുണ്ട്. അടുത്തത് ആരോണ്യക് ഘോഷ്. അപ്പോൾ ആ വ്യക്തിയെ കുറിച്ച് അറിഞ്ഞിരിക്കണം. നമ്മുടെ ഇന്ത്യയുടെ 95ാമത് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയതാണ് ആരോണ്യക് ഘോഷ് ആണ്. 2026 ഏപ്രിലാണ് ആരോണ്യക് ഘോഷ് എന്ത് ചെയ്ത് ഇന്ത്യയുടെ 95ാമത് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയത്. അടുത്തത് ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. ആ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് ഷൈൻ എന്നാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി സ്ഥലത്ത്, ഇമ്പോർട്ടന്റ് ആണ്, ജോലി സ്ഥലത്തെ ലൈംഗിക പീഡനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനായി ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഷൈൻ എന്ന് പറയുന്നത്. ജോലി സ്ഥലത്തെ ലൈംഗിക പീഡനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഷൈൻ ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കിയത്. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ കോൾ ടു അമോണിയം നൈട്രേറ്റ് പദ്ധതി ആരംഭിച്ചത് ഒഡീഷയിലെ ലഖൻപൂരിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കോൾ ടു അമോണിയം നൈട്രേറ്റ് പദ്ധതി ആരംഭിച്ചത് ഒഡീഷയിലെ ലഖൻപൂരിൽ. അടുത്തത് ഇന്ത്യയിലെ ആദ്യ ഡ്രൈവറില്ല പോർട്ടാക്സി നിർമ്മാണം ഉദ്ഘാടനം ചെയ്തത്, അതുകൂടി അറിഞ്ഞിരിക്കണം. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവറില്ല പോർട്ടാക്സിയാണ്. ആ പോർട്ടാക്സി നിർമ്മാണം ഉദ്ഘാടനം ചെയ്തത് മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ്. അടുത്ത ഇമ്പോർട്ടന്റ് ആണ്. കരസേനയുടെ ലക്നൗ ആസ്ഥാനമായിട്ടുള്ള സെൻട്രൽ കമാൻഡ് ചീഫ് ഓഫ് സ്റ്റാഫ്, ഈ സെൻട്രൽ കമാൻഡ് ചീഫ് ഓഫ് സ്റ്റാഫ് ആയി നിയമിതനായ മലയാളിയാണ് ലഫ്റ്റനന്റ് ജനറൽ CJ ജയചന്ദ്രനാണ്. തിരുവനന്തപുരം പട്ടം സ്വദേശിയായ ലഫ്റ്റനന്റ് ജനറൽ CJ ജയചന്ദ്രനാണ് കരസേനയുടെ ലക്നൗ ആസ്ഥാനമായ സെൻട്രൽ കമാൻഡ് ചീഫ് ഓഫ് സ്റ്റാഫായി നിയമിതനായ മലയാളി. അടുത്തത് ഓസ്ട്രേലിയൻ ആർമിയുടെ മേധാവിയായ പ്രഥമയാണ്, ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ഓസ്ട്രേലിയൻ ആർമിയുടെ മേധാവിയായ പ്രഥമ വനിതയാണ് ലഫ്റ്റനന്റ് ജനറൽ സൂസൻ കോയിനാണ്. ലഫ്റ്റനന്റ് ജനറൽ സൂസൻ കോയിനാണ് ഓസ്ട്രേലിയൻ ആർമിയുടെ മേധാവിയായ പ്രഥമ വനിത. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ 2026 ഏപ്രിൽ മാസത്തെ ആനുകാലിക വിവരങ്ങളാണ് ഇതുവരെ പഠിച്ചത്. കണ്ടുകേട്ട് നന്നായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്കിത് എന്തായാലും പ്രയോജനം ചെയ്യും. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് നമ്മൾ SCRT പുതിയ പാഠപുസ്തകത്തെ ആസ്പദമാക്കിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അനുബന്ധ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് നൈറ്റ്.